ഭയങ്കര സൗണ്ടാണ് ഇവിടെ. ഹലോ ഗൈസ്, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വി ആർ ഓൾസോ ഡൂയിങ് ഗ്രേറ്റ് ഹിയർ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിലാണ്. Because the location we are in right now has taken us back to our childhood memories. മറ്റൊന്നുമല്ല, we are talking about kite flying. കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ അങ്കിള് ഒരു കൈറ്റ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കൈറ്റ് എടുത്തിട്ട് ഞങ്ങൾ എപ്പോഴും ബീച്ചിൽ പോയിട്ട് ഇത് നന്നായി ഫ്ലൈ ചെയ്യും. സോ അവിടെ ഒബ്വിയസ്ലി നല്ല വിൻഡ് ആയിരിക്കുമല്ലോ. അപ്പം നല്ല ഇതില് അത് ഫ്ലൈ ചെയ്യുന്നത് കാണാനൊക്കെ ഒരു രസമായിരുന്നു. ഏട്ടന് എങ്ങനെയാണ്? ഏട്ടന് എന്തെങ്കിലും ഇതുപോലത്തെ കുറച്ച് മെമ്മറീസ് ഉണ്ടോ കൈറ്റ് ഫ്ലൈയിങ്? കുട്ടിക്കാലത്ത് ഞാൻ തന്നെ ഒരു കൈറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഫ്ലൈ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അത് കാറ്റില്ലാഞ്ഞിട്ടാണ് ഫ്ലൈ ചെയ്യാത്തതെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്താണിത്, നമ്മൾക്ക് അങ്ങനെ ഇത് കണ്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പത്തനംതിട്ട ഏരിയയിലൊന്നും ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കൂടുതലും വിൻഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഉണ്ടാക്കിയ കൈറ്റ് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അത് ഫ്ലൈ ചെയ്യാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ശരിക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പഴാ മനസ്സിലായത്. റിയലൈസ് ചെയ്തത് മീൻസ് കുറച്ച് വലുതായിട്ടാ മനസ്സിലായത്. വലുതായിട്ടും അല്ല, ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അത് ശരിക്കും ഇത്രയും കാറ്റുണ്ടെങ്കിലേ കൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. അല്ല, എനിക്കും ഈ പറഞ്ഞ പോലെ വലിയ നോളജ് ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ കൈറ്റ് ഫ്ലൈ ചെയ്യണമെങ്കിൽ ബീച്ചിൽ പോവുക, അത്രേ ഉള്ളൂ. അപ്പം കുഞ്ഞുനാളിൽ നമുക്ക് ബീച്ചിൽ പോകാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ വലിയ കാര്യമാണല്ലോ അല്ലെ, ഒരു വീക്കെൻഡ്സിൽ പോവാന്നാണ്. പിന്നെ ഞാൻ കാലിക്കറ്റിലാണ്. അപ്പം എവിടേക്ക് തിരിഞ്ഞാലും ബീച്ചാണ്. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് കാപ്പാട് ബീച്ചുണ്ട്. സോ എപ്പോഴും ഞങ്ങൾ അധിക സൺഡേസും ബീച്ചിൽ പോകും. പിന്നെ ഇതുപോലെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ വരുമ്പോൾ ഈ കൈറ്റൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ പോയി ഫ്ലൈ ചെയ്യാറുള്ളത്. സോ ഒബ്വിയസ്ലി ഇതൊരു ശരിക്കും ഇത് കണ്ടപ്പം എനിക്ക് ആ ഒരു ഫേസ് ഓഫ് ലൈഫ് ആയിരുന്നു ഓർമ്മ വന്നത്. സോ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഇപ്പോ കൈറ്റ് ഫ്ലൈയിങ് ഇവന്റിലാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് അൽ ഫർസീസ് കൈറ്റ് ഫെസ്റ്റിവൽ. അൽ ഫർസി കൈറ്റ് ഫെസ്റ്റിവൽ ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ്. ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈറ്റ്സ് എല്ലാം ഗിന്നസ് റെക്കോർഡ് ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വഴിയെ പറഞ്ഞു തരുന്നതാണ്. ബട്ട് ബിഫോർ ദാറ്റ്, യു ആർ വാച്ചിങ് പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അൽ ഫർസി കൈറ്റ് ഫെസ്റ്റിവൽ. ഈ ഇവന്റിന്റെ ലൊക്കേഷൻ ബിനേദർ എക്സിറ്റ് 258 റോഡിലാണ്. ആൻഡ് ടൈമിംഗ്സ് എവറി ഫ്രൈഡേ ഫ്രം 11 AM to 5 PM. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ചൈനയിലാണ് കൈറ്റ്സ് ആദ്യമായി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. കൈറ്റ് ഫ്ലൈയിങ് പലരുടെയും ഒരു ഹോബിയാണല്ലോ. എന്നാൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ല കൈറ്റ്സ് ഫ്ലൈ ചെയ്യുന്നത്. മിലിറ്ററി ആൻഡ് അതർ സയന്റിഫിക് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൈറ്റ് ഫ്ലൈയിങ്ങിന് പല റെക്കോർഡ്സും ഉണ്ട്. ലാർജസ്റ്റ് കൈറ്റ്, ഹെവിയസ്റ്റ് കൈറ്റ്, ഹൈയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് അച്ചീവ്ഡ് ബൈ എ കൈറ്റ്, ഫാസ്റ്റസ്റ്റ് കൈറ്റ്, ലോങ്സ്റ്റ് കൈറ്റ് ഫ്ലൈറ്റ്, ഇതൊക്കെ റെക്കോർഡ്സ് ആണ്. കുവൈറ്റിലെ അൽ ഫർസി കൈറ്റ് ടീമും കൈറ്റ് ഫ്ലൈയിങ്ങിന്റെ പല റെക്കോർഡ്സും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അൽ ഫർസി ടീം ഓൺസ് സം ഓഫ് ദി ലാർജസ്റ്റ് കൈറ്റ്സ് ഇൻ ദ വേൾഡ്. വേൾഡിലെ പല കൈറ്റ് ഫെസ്റ്റിവൽസിലും ഇവർ ഒരു റെഗുലർ പാർട്ടിസിപ്പന്റ് ആണ്. വേൾഡിലെ ലാർജസ്റ്റ് കൈറ്റ് എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പല തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ടീമും കൂടിയാണിവർ. ഫെബ്രുവരിയിലാണ് കുവൈറ്റിന്റെ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. During Feb 2005, this team broke the Guinness World Record for the largest kite in the world. കുവൈറ്റ് ഫ്ലാഗിന്റെ ഇമേജിലുള്ള ഒരു കൈറ്റ് ആയിരുന്നു അന്ന് അവർ ഫ്ലൈ ചെയ്തിരുന്നത്, മെഷറിംഗ് അറൌണ്ട് 1050 സ്ക്വയർ മീറ്റേഴ്സ്.
അതിനുശേഷം ഈ ടീമിന്റെ മറ്റു 2 പോപ്പുലർ കൈറ്റ്സ് ആയിരുന്നു ബ്ലൂ മാന്റ റേ ആൻഡ് ദി ഹോപ്പ്, വിച്ച് ആർ ഈവൻ ബിഗ്ഗർ. ഈ കാണുന്നതാണ് ദി ഹോപ്പ് കൈറ്റ്, which is gigantic, measuring around 1250 square meters. 5 basketball courts inde size ഉണ്ട് ഇതിന്. And this kite is dedicated to planet Earth and displays 9 international languages including Hindi. Mr. Abdul Rahman Al Farsi ആണ് ഈ ടീമിന്റെ ഫൗണ്ടർ. കൈറ്റ് ഫ്ലൈയിങ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു ഹോബി ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഫാമിലി ബിസിനസ്സിൽ ഇൻവോൾവ് ആയി. Years later, he rekindled his passion and hence the Al Farsi Kite team was formed. ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും വോളണ്ടിയേഴ്സ് ആണ്. ഇദ്ദേഹമാണ് നമ്മളിപ്പോൾ പറഞ്ഞ മിസ്റ്റർ അബ്ദുൽ റഹ്മാൻ അൽ ഫർസി. സാറിന് ഇപ്പോൾ അറൌണ്ട് 70 years ഏജ് ഉണ്ട് and still he is very passionate about this event. ഈ ടൈഗർ കൈറ്റിന്റെ സൈസ് അറിയണമെങ്കിൽ അതിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ സൈസ് ജൈഗാന്റിക് കൈറ്റ്സ് ആണ് ഈ കൂട്ടത്തിൽ പറക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് ആളുകൾക്ക് കൈറ്റിന്റെ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൈഗർ കൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കൈറ്റിന്റെ പവർ അറിയാൻ വേണ്ടി ഞങ്ങളും ഒന്ന് പുള്ള ചെയ്ത് നോക്കി. കാണുന്നത് പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഇത്ര ശക്തിയുണ്ട്. ഇതൊരു കൈറ്റ് അൺഫോൾഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് എല്ലാ കൈറ്റ്സും സൂക്ഷിക്കുന്നത്. വിസിറ്റേഴ്സ് അകത്ത് കയറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? And that demonstrates its huge size. സാധാരണ ഇവിടെ ഒരു കൈറ്റ് ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീ ആയി ഫ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ കൈറ്റ് ഇല്ല, എന്നാൽ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൈറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. റിഫ്രഷ്മെന്റ്സിന് ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. അതിൽ കോഫി ആൻഡ് ലൈറ്റ് സ്നാക്സ് അവൈലബിൾ ആണ്. സൺസെറ്റ് അടുക്കും തോറും അവിടെ ഒത്തിരി ആളുകൾ വന്നു ചേരുന്നുണ്ടായിരുന്നു. As of 2023, the current largest kite in the world is Rokkaku kite from Japan. The name Rokkaku means six-sided in Japanese. Interestingly, the smallest kite is also from Japan, measuring just 0.5 millimeters across, and it was created by engineers at the University of Tokyo in 2013. For your information, the smallest kite is microscopic, which is smaller than a grain of rice, and this kite is invisible to the naked eyes. ഇവിടെ 4:45 സൺസെറ്റ് ആയതുകൊണ്ട് ആ ടൈം ആവുമ്പോഴേക്കും ഇവർ എല്ലാം വൈൻഡപ്പ് ചെയ്യും. ബിനേദർ അൽഗർ ലൊക്കേഷൻ
കുവൈറ്റിലെ മോട്ടോർ സൈക്കിൾ ആൻഡ് ATV എന്തൂസിയാസ് ഗ്യാദർ ചെയ്യുന്ന ഒരിടം കൂടിയാണ്. ഈവനിങ്സിൽ അവർ റെഗുലറായി ഇവിടെ വന്ന് അവരുടെ മോട്ടോർ സൈക്കിൾ റൈഡ്സും ബൈക്ക് സ്റ്റൺസും ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഈ കാണുന്നത്. Kite symbolizes the desire to rise above challenges, the pursuit of one's self-freedom and liberation. So, fly high and stay grounded. സോ ഗൈസ്, ഇന്നത്തെ കൈറ്റ് ഫെസ്റ്റിവൽ ഇവന്റ് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. എല്ലാ കൈറ്റ്സ് ഒക്കെ ഫ്ലൈ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ വി ഹാഡ് ബീൻ ടേക്കൺ ബാക്ക് ടു അവർ ഓൾഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. വേറൊരു കാര്യം പറയാൻ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ അറൗണ്ട്. നമുക്കൊന്നും സംസാരിക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കിട്ടില്ല. എത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് ചുറ്റും ബൈക്കേഴ്സാണ്. ഭയങ്കര അടിപൊളി, എന്താ പറയുക, നല്ല ഗുഡ് വൈബ്സ് ആണ്. ഫുൾ ആക്റ്റീവ് മോഡിലാണ്. അറൗണ്ട് ഒരു ആഫ്റ്റർ 4 PM ആകുമ്പോഴാണ് ഇവിടെ ഈ ഒരു ബൈക്കേഴ്സിൻ്റെ വൈബൊക്കെ വന്നു ചേരുന്നത്. അതിൻ്റെ മുന്നേ ഇറ്റ് വാസ് വെരി കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. എന്താ പറയുക, ജസ്റ്റ് കൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ബൈക്കേഴ്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്, 1 by 1 ആയിട്ട്. ഞങ്ങൾ കൂടെ ഞങ്ങളുടെ പിന്നിലൂടെ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബൈക്കേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നേരത്തെ വരണം. ഒരു അറൗണ്ട് 12 അല്ലെങ്കിൽ ഒരു 1 o'clock ആകുമ്പോഴേക്കും ഇവിടെ വന്നാൽ കൈറ്റ് ഫ്ലൈയിങ് എല്ലാം നല്ലോണം എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു 4-4:30 ആകുമ്പോൾ ഇവിടെ ബൈക്കേഴ്സ് എല്ലാവരും വരും. അപ്പോൾ ഒരു വേറൊരു വൈബാണ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വ്ലോഗ്. ദിസ് ഇസ് പ്രിയങ്ക പ്രജിത്ത് വ്ലോഗ്സ് സൈനിങ് ഓഫ്. ബൈ.